നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും ഗീതാ ഹൃദയത്തിലേക്ക് സ്വാഗതം. നാം അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ ശ്ലോകം 61 വരെയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അവിടെ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം ഭാഗമാണ്. അവസാനമായി അർജുനനോട് ഭഗവാൻ പറഞ്ഞത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും വശത്താക്കി മനസ്സിനെ യോഗയുക്തമാക്കിയാൽ എൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ഇന്ദ്രിയങ്ങളെ വശീഭൂതമാക്കി വയ്ക്കുകയും ചെയ്യുന്നവൻ്റെ ബുദ്ധി സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയ ശ്ലോകത്തിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 62. ധ്യായതു വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധാഭിജായതേ. അടുത്തൊരു ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 63. ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ രണ്ട് ശ്ലോകങ്ങൾ നാം നോക്കുമ്പോൾ ശ്ലോകം 62 പറയുന്നത്, വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷൻ അതിൽ ആസക്തനാകുന്നു, അതിൽ നിന്ന് കാമം ഉണ്ടാകുന്നു, കാമത്തിൽ നിന്ന് ക്രോധവും ജനിക്കുന്നു. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷൻ അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിൽ നിന്ന് കാമം ഉണ്ടാകുകയും കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുകയും ചെയ്യുന്നു. 63 ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ക്രോധത്തിൽ നിന്ന് കാമം ജനിക്കുന്നു, മോഹം ജനിക്കുന്നു. കാമ, ക്രോധ, മോഹ, ലോഭാദി മതമാത്സര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ആ വിഷയങ്ങളെ ധ്യാനിക്കുന്നത് മൂലമാണ്. മോഹം കാരണം സ്മൃതി ഉണ്ടാകുന്നു. സ്മൃതിനാശം ബുദ്ധിനാശത്തിനും ബുദ്ധിനാശം സമ്പൂർണ്ണ നാശത്തിലേക്കും നയിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. കാമക്രോധ മോഹലോഭാദി മതമത്സര്യാദികളെ അടക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും നല്ല ഒരു രസഗുള കണ്ടിട്ടില്ല. എന്തൊരു ജാംഗിരിയാണിതിന് എന്നിങ്ങനെ ആകർഷപൂർവമായ മനസ്സോടെ ചിന്തിക്കുന്ന അവരുടെ ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിൽ ആസക്തി പൂണ്ടവയായി തീരുന്നു. അവർ ആ രസത്തിൽ ധ്യാനിക്കുന്നവരാകുന്നു. ഈ വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കിട്ടാതെ വന്നാലോ ദേഷ്യം വരികയായി. സീതയെ കിട്ടാതായ രാവണനെ പോലെ, രാമലക്ഷ്മണന്മാരെ കിട്ടാതായ ശൂർപ്പണഖയെ പോലെയും ക്രോധിക്കാൻ ഇടവരുന്നു. അവനവൻ്റെ വിവേകം നഷ്ടപ്പെടുകയാണ് ക്രോധത്തിലൂടെ സംഭവിക്കുക. താൻ ചെയ്യുന്നതിൻ്റെ പരിണാമം എന്താകുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അവൻ ആരോട് എങ്ങനെ പെരുമാറുന്നുവെന്നോ എന്തു പറഞ്ഞു എന്നോ ഓർമ്മയില്ലാത്ത അവസ്ഥ സംജാതമാകും. സതുപദേശങ്ങളെല്ലാം സ്മൃതിപദങ്ങളിൽ നിന്ന് മാഞ്ഞുപോകും. അങ്ങനെ മനുഷ്യൻ ബുദ്ധിഹീനനായി അധപ്പതിക്കുകയാണ്. അത് മരണതുല്യമാണ്. ഒരു വിഷയത്തെ ധ്യാനിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് എവിടം വരെ എത്തി നിൽക്കുന്നുവെന്ന് നാം ശ്രദ്ധിക്കേണ്ടത്. താൻ എന്തു ചെയ്യുന്നുവെന്നോ എങ്ങനെ പെരുമാറുന്നുവെന്നോ എന്തു സംസാരിക്കുന്നുവെന്നോ പോലും മനസ്സിലാക്കാനാവാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അതിൻ്റെ ദുഷ്യവശങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ അർജുനനോട് സൂചിപ്പിച്ചത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? കാമ, ക്രോധ, മോഹ, ലോഭ, മത മാത്സര്യാദികളിൽ നിന്ന് മുക്തനാകാനാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.
എല്ലാ മിത്രങ്ങൾക്കും ശുഭ സുദിനം നേരുന്നു. നമസ്കാരം.